ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 11ാമത്തെ രാശിയായ കുംഭം രാശി 2025 മുതൽ 2030 വരെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നുള്ള ഫലങ്ങളും എന്താണെന്ന് അറിയാം. വളരെ മഹത്വപൂർണമായ ഒരു വീഡിയോയാണ്. വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പേനയും ബുക്കും എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശി അടിസ്ഥാനത്തിലുള്ളതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും വാസ്തുടിപ്പും ഉണ്ടായിരിക്കും. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കാം. മെയ് 2025 മുതൽ മെയ് 2026 വരെ വ്യാഴം 5ാമത്തെ ഹൗസിൽ ആയിരിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9, 11 1ാം ഭാവത്തിൽ ആയിരിക്കും. 5ാം ഭാവം സന്താനത്തിൻ്റെ, എഡ്യൂക്കേഷൻ്റെ ഒക്കെയാണ്. ഈ സമയം സന്താനത്തെപ്പറ്റി ചിന്തിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അഡ്മിഷൻ തുടങ്ങിയവ ചെയ്യുന്നതിനുള്ള സമയം. ഇതുവരെ സന്താനലബ്ധി ഇല്ലാത്തവർക്ക് സന്താനപ്രാപ്തിക്കുള്ള സമയം. 9ാം ഭാവത്തെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യത്തെ പുഷ്ടിപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം. അതുപോലെ തന്നെ 11ാമത്തെ ദൃഷ്ടി പ്രമോഷൻ, സ്ഥാനപരിവർത്തനം തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനപരിവർത്തനം. 1ാം ഹൗസിൻ്റെ ദൃഷ്ടി പേര്, പെരുമ, പ്രശംസ എല്ലാം കിട്ടും. സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഉയരുന്നതിനുള്ള സമയമാണ് ഈ സമയം. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 6ാമത്തെ ഹൗസിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. ഈ സമയം നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ലോൺ സാങ്ഷനാകുന്നതിനുള്ള വളരെയേറെ സാധ്യതയാണ് ഈ സമയം കാണുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 12ാം ഹൗസിൽ. ഈ സമയം ചിലവുകൾ കൂടുന്നതിനുള്ള സാധ്യത. അതുകൊണ്ട് അത് കണ്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. വിദൂര യാത്രയ്ക്കും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കും ഉള്ള ഭാഗ്യം, യാത്രകളിൽ നിന്ന് സുഖം ലഭിക്കുക. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളുടെ സംസാരം വളരെ രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും.